ഹലോ, ഇന്ന് നമുക്ക് പുതിയൊരു ഗാർഡനിങ് മെത്തേഡ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാഴ്ത്തടി അന്വേഷിച്ച് പോവുകയാണ്. തൽക്കാലത്തേക്ക് ഒരു പാഴ്ത്തടി കിട്ടിയിട്ടുണ്ട്. ഇത് തൽക്കാലം ആവശ്യമല്ല കേട്ടോ, നിർബന്ധമായിട്ടും നമുക്കൊരു ബലമുള്ള ഒരു പാഴ്ത്തടിയാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു തെങ്ങിൻ്റെ പാഴ്ത്തടിയാണ്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നിങ്ങൾക്ക് എന്തിൻ്റെ മരത്തിൻ്റെ പാഴായാലും നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ തെങ്ങിൻ്റെ ആകുമ്പം അകം പൊള്ളയായിട്ട് കിട്ടും. അപ്പോൾ ഇഷ്ടംപോലെ ചെടി ഇങ്ങനെ വെക്കാം. ഞാൻ ചെടിയായിട്ട് ഉപയോഗിക്കുന്നത് ഫേൺസ് ആണ്. ഫേൺസിൻ്റെ ഒരു ഹാങ്ങിങ് ഗാർഡനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുഴികൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഓൾറെഡി ഫേൺസിനെ പറ്റിയിട്ടൊരു വീഡിയോ, ഒരു 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളൊരു വീഡിയോ, അതിൻ്റെ കെയറിങ്ങും ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ, ഉപയോഗിക്കാൻ പറ്റുന്ന ഫേൺസ് ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കണ്ടിട്ടില്ലാത്തവരോ ആവശ്യമുള്ളവരോ ആയിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ലിങ്ക് കയറി കാണണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു തടിയുടെ ഉൾവശത്തായിട്ട് കുറച്ച് ചകിരിയൊക്കെ വെച്ച് കൊടുക്കാം. ചകിരി പച്ച ചകിരിയാണെങ്കിൽ ഏറ്റവും ഉത്തമം, അല്ലാത്ത ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിനൊരു കോക്കനട്ടിൻ്റെ ഒരു ഷെല്ല് ഇതിനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ ജാവ ഫേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജാവ ഫേൺ നല്ല രീതിക്ക് വളരാൻ വേണ്ടിയിട്ട് ഞാനൊരു കോക്കനട്ടിൻ്റെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജാവ ഫേണാണ്. ജാവ ഫേണിൻ്റെ ഫാമിലിയിൽപ്പെട്ടൊരു വേറൊരു ടൈപ്പ് പ്ലാന്റ് ആണ്. കറക്റ്റ് ജാവ ഫേണെന്ന് പറയാൻ പറ്റില്ല, കാരണം ജാവ ഫേണിൻ്റെ ലീഫ് കുറച്ചുകൂടെ ക്രിങ്കിൾഡ് ആയിട്ടുള്ള ലീഫാണ്. ഇത് അക്വാട്ടിക് പ്ലാന്റ് കൂടിയാണ്. പിന്നെ ഇതിന് ഒരുപാട് ഷെയ്ഡ് അത്യാവശ്യമായിട്ടുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ജാവ ഫേൺ. വീട്ടിൽ ഫിഷ് പോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വളർത്താനൊക്കെ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണത്. പിന്നെ ഇത് നമുക്ക് ഹാങ് ചെയ്തിടാനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഫേണാണിത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ആസ്പ്ലീനിയം ആണ്. ആസ്പ്ലീനിയം ട്രൈക്കോമാനിയസ് ആണ്. അപ്പോൾ ഇതുകണക്ക് നമുക്ക് ഇളക്കിയെടുക്കാം. വേരിനൊന്നും ഒരു പ്രശ്നവും കൂടാതെ ഇതിൻ്റെ മോസൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു റൂട്ട് ഒരു പ്രശ്നവും കൂടാതെ ഇതിനൊക്കെ ആ ഹോൾസിൽ ഇതിനൊക്കെ വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണിത്. ഇതിൻ്റെ ലീവ്സ് തന്നെ ചെന്ന് എവിടെയെങ്കിലും തട്ടിക്കിടക്കുമ്പോൾ അവിടെ നിന്ന് പുതിയൊരു പ്ലാന്റായിട്ട് എമർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനും കെയർ ചെയ്യാനും ഒക്കെ എളുപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ആസ്പ്ലീനിയം ട്രൈക്കോമാനിയസ്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ബുഷിയായിട്ട് ഹാങ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത പ്ലാന്റിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ഏറ്റവും ഭംഗിയുള്ള നല്ല ലൈറ്റ് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ പേര് അഡിയാൻഡം പെഡാറ്റം എന്നാണ്. നല്ല ഭംഗിയാണ്. ഇതും യൂഷ്വലി ഹാങ് ചെയ്ത് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബുഷിനെസ് കുറവാണ്. അപ്പോൾ അടുത്ത ഒരു ഫേണ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ ലീഫ് കുറച്ചുകൂടെ ഗ്ലൈസിങ് ആണ്. ഇത് അഡിയാന്തമാണ്. ഇത് കുറച്ച് ബുഷിയായിട്ടാണ് വളരുന്നത്. ഇത് ഹാങ് ചെയ്ത് വളരുന്ന ഒരു ഫേണല്ല. അപ്പോൾ ഇത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആസ്പ്ലീനിയമാണ്. നമ്മുടെ കയ്യിലൊക്കെ അച്ച് പതിപ്പിക്കുന്ന ആ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണ്. പക്ഷേ ഇത് അതേ ലീഫുമായിട്ട് സാമ്യം ഉണ്ടെങ്കിലും ഇത് ആസ്പ്ലീനിയം അല്ല. ഈ ലെഫ്റ്റിൽ കാണുന്ന പ്ലാന്റ് വുഡ്വാർഡിയ ഫിംബ്രിയാറ്റ അല്ലെങ്കിൽ ജൈൻറ്റ് ചെയിൻ ഫേൺ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഫേണാണ്. അപ്പോൾ നമ്മൾ ഫേൺസ് എല്ലാം ഇതുപോലെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇംപെർഫെക്ഷൻസ് മാറ്റാനായിട്ട് ഞാൻ മോസ് ബഡ്സ് എടുത്തിട്ടുണ്ട്. മോസ് ബഡ്സ് ഇതുപോലെ ആ കോക്കനട്ടിൻ്റെ ആ ഒരു ഷെൽ പീസിൻ്റെ അവിടെയും ഹസ്കിലും പിന്നെ ബാക്കിയുള്ള ഡ്രൈ ലീവ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് ഇതിനൊക്കെ മോസ് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഡ്രൈ ലീവ്സ് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ എടുത്തേക്കുന്ന ഈ കോക്കനട്ടിൻ്റെ തന്നെ ആ ഒരു വുഡ് പീസിൽ ഇത് ഫേൺസിന് ഇഷ്ടംപോലെ വളരാനുള്ള ന്യൂട്രിയൻസ് അതിൽ നിന്ന് തന്നെ അത് കിട്ടുന്നുണ്ട്. പന്നൽ ചെടി എന്നൊക്കെ പറഞ്ഞ് കളയുന്ന ഈ ഒരു ഫേൺസിൻ്റെ ഗുണവും മഹത്വവും എല്ലാവരും അറിഞ്ഞവരാണ് ഇൻഡോറിലൊക്കെ വെക്കുന്നത്. ശരിക്കും ഓക്സിജനൊക്കെ എമിറ്റ് ചെയ്യുന്നൊരു പ്ലാന്റാണ് ഈ ഫേൺസ്. ഫേൺസ് കൊണ്ടൊരു ഗാർഡൻ ഉണ്ടാക്കുന്നതിലൂടെ ഒരുപാട് സപ്ലൈ ചെയ്യും ഈ ഒരു ഫേൺസിൽ നിന്നും. അപ്പം ഇതിന് ആവശ്യമായിട്ടുള്ളത് ഷെയ്ഡാണ്. അപ്പം ഞാനിത് ഫേൺ ഹാങ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് തറയിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്താലും മതി. പിന്നെ 10 പൈസ പോലും ചിലവില്ലാതെ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ കയറൊന്നല്ലേ. ഇത് വേസ്റ്റായിട്ട് കിടന്നതാണ്, ആട്ടിനെ കെട്ടിയിരുന്ന കയറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് 1 രൂപ പോലും ചിലവാകത്തില്ല. നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ പരിസരങ്ങളിൽ നിന്നും വയലിൽ നിന്നും ഒക്കെ കാശ് കൊടുത്തേ വാങ്ങരുത്. നിങ്ങൾ സാധാരണഗതിയിൽ ഈ ഫേൺസ് ആരും ഓൺലൈൻ വഴി വാങ്ങാത്തതാണ് നല്ലത്. ഈ ഒരു പ്ലാന്റിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ആസ്പ്ലീനിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത് ആസ്പ്ലീനിയത്തിൻ്റെ തന്നെ വേറെ എന്തെങ്കിലും ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആയിരിക്കും. ഉദ്ദേശിക്കുന്നത് കിട്ടണമെന്നില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ട് വളരുന്ന ഫേൺസിൻ്റെ ഒരു കുഞ്ഞ് ഹാങ്ങിങ് ഗാർഡൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പരിസരം വൃത്തിയാക്കാം, നമുക്ക് ഒരുപാട് ഓക്സിജൻ എമിറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.